നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം, സ്പെയിനിൻ്റെ സൂപ്പർ താരം, വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നർ റോഡ്രിക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുന്നു. എത്ര നാൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് വ്യക്തമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ഗുയർമോ റായ്. അദ്ദേഹവും അതുപോലെ തന്നെ സാംലിയും ചേർന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന വിവരമാണത്. നമുക്കറിയാം, റോഡ്രി പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽപ്പെട്ട് വല്ലാതെ ഉലഞ്ഞൊരു കളിക്കാരനാണ്. പിന്നെ തിരികെ വന്ന് വേൾഡ് കപ്പിൽ ഇതാ പൊളിച്ചടുക്കി ഗോൾഡൻ ബോളൊക്കെ സ്വന്തമാക്കിയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ ചേരാൻ നല്ല താല്പര്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പരിക്കിൻ്റെ പ്രശ്നം വീണ്ടും വരുന്നത്. ഇപ്പം സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിവരമനുസരിച്ച് റോഡ്രിക്ക് റയലിൽ ചേരാൻ നല്ല താല്പര്യമുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഫ്ലോറന്റിനോ പെരസാണ്. പെരസിൻ്റെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തടഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ കുറച്ചുകൂടി റോഡ്രിക്ക് അനുകൂലമായിട്ട് റയലിൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നു എന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫുട്ബോൾ വിഭാഗം ദി അത്ലറ്റിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. സാംലിയും ഗുയർമോ റായും ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മാഞ്ചസ്റ്റർ സിറ്റി മിഡ്ഫീൽഡർ റോഡ്രി വിൽ അണ്ടർഗോ സർജറി ഓൺ എ ബാക്ക് ഇഞ്ചുറി ബട്ട് എ പ്രോഗ്നോസിസ് ഫോർ ഹിസ് റിട്ടേൺ ഈസ് അൺനോൺ. താരം എന്ന് തിരികെ വരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറിക്ക് ഒരു സർജറി ആവശ്യമായി വന്നിട്ടുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 30-കാരനായിട്ടുള്ള താരം വേൾഡ് കപ്പിൽ 8 മത്സരങ്ങളും കളിച്ചിരുന്നു. അതേസമയം അദ്ദേഹത്തിന് ബാക്ക് ടു ബാക്ക് ഇഞ്ചുറി വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ ആ ഒരു സീസൺ വല്ലാത്ത രൂപത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2024 ബാലൻഡിയോർ നേടിയ താരമാണ്. അതിനുശേഷം പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ വലച്ചു കളഞ്ഞു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. റോഡ്രിക്ക് ഒരു ACL ഇഞ്ചുറി പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷം തിരികെ വന്നിട്ട് ഒരു സിമിലർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമൊക്കെ നടത്തി തൻ്റെ ഡ്രീമായിട്ടുള്ള സ്പെയിനിലേക്ക് തിരികെ എത്തുക, മാഡ്രിഡിൽ കളിക്കുക എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാക്ക് ഇഞ്ചുറിക്ക് സർജറി ആവശ്യമായി വരുന്നത്. എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുകൂടി ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.